മാങ്ങാനത്ത് ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. സമരസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിന് മുന്നിൽ 4 ദിവസമായി ധർണ നടന്നുവരികയാണ്. മാങ്ങാനത്തെ സ്കൂളിന് അടുത്തായാണ് കെട്ടിടം. ദൂരപരിധി ലംഘിച്ചാണ് ഇവിടെ ഔട്ട്ലെറ്റ് വരാൻ പോകുന്നതെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. മദ്യവർജന പ്രസ്ഥാനം ആരംഭിച്ച മാങ്ങാനത്തു തന്നെ ബിവറേജസ് ആരംഭിക്കുന്നതിനുള്ള സർക്കാരിന്റെ നീക്കം ഇവിടുത്തെ ഗ്രാമാന്തരീക്ഷവും സമാധാനവും തകർക്കുക എന്നതാണെന്ന് സമരസമിതി കൺവീനർ ബൈജു ചെറുകോട്ടയിൽ പറഞ്ഞു. മാങ്ങാനം പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിൽ ഇവിടെ ഒരു ബിവറേജിന്റെ ഔട്ട്ലെറ്റ് തുറക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം സമാധാന അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. ഒട്ടനവധിയായിരിക്കുന്ന ആരാധനാലയം നിബിഡമായിരിക്കുന്ന പ്രദേശം. അതേപോലെ തന്നെ തൊട്ടടുത്ത് മന്ദിര ആശുപത്രിയുണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മദ്യവർജന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ് മാങ്ങാനം എന്ന് പറയുന്നത്. 1952 കാലഘട്ടത്തിൽ മദ്യവർജന പ്രസ്ഥാനം ആരംഭിച്ചത് മാങ്ങാനത്താണ്. ആ ഒരു പ്രദേശത്താണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുവാനായിട്ട് ആരംഭിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ഗുരുദേവ ക്ഷേത്രമാണ്. എൻ്റെ പിന്നിൽ ഭാഗത്ത് കാണാൻ കഴിയുന്നത് നരസിംഹസ്വാമി ക്ഷേത്രമാണ്. മുൻപിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ മണർകാട് പള്ളിയുടേതായിരിക്കുന്ന ഒരു ഉപ ചർച്ച് അവിടെയുണ്ട്. താമരശ്ശേരി മഹാദേവ ക്ഷേത്രം അവിടെയാണ്. എൻ്റെ മുൻഭാഗത്ത് കാണുന്നതെന്ന് പറയുന്നത് CMS ചർച്ചാണ്. ഇവിടുന്ന് ഒരു വിളിപ്പാടകൽ മാത്രമാണ് മന്ദിര ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയധികം സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമുള്ള ഒരു പ്രദേശത്തിന്റെ ഒത്ത നടുക്ക് ഒരു മദ്യശാല കൊണ്ടുവന്ന് ഇവിടെയുള്ള ആളുകളെ അതിലേക്ക് ആകർഷിക്കുകയും ഈ പ്രദേശത്തിൻ്റെതായിരിക്കുന്ന ആകെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചാൽ അതിനെ ഞങ്ങൾ തീർത്തു തോൽപ്പിക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഈ പ്രദേശത്ത് വളരെയധികം സമര പാരമ്പര്യമുള്ള ആളുകളാണ് ഈ പാർക്കുന്നത്. ഒട്ടനവധിയായിരിക്കും സമരങ്ങൾ നടത്തി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ആളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ് സ്ഥാപിക്കാം എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു തർക്കവുമില്ല, അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ലഹരി കൊടുത്ത് യുവതയെ ചേർത്തു പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ജീവൻ കൊടുത്തും ചെറുക്കുമെന്നും സമരസമിതി ചെയർമാൻ പ്രൊഫസർ C മാമച്ചൻ പറഞ്ഞു. ഇവിടുത്തെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള വാശിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ടുണ്ടാക്കുന്ന പണം കയ്യിൽ നിൽക്കുമോ? അതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുമോ? അത് അനുഭവിക്കുവാൻ അവരുണ്ടാകുമോ എന്നുള്ള യാതൊരു വിധത്തിലുള്ള ആലോചനയും ഇല്ലാതെ സ്വൈരമായും സ്വസ്ഥമായും ജീവിക്കുന്ന മാങ്ങാനം പ്രദേശത്തേക്ക് ഈ ഒരു ബിവറേജസ് ഔട്ട്ലെറ്റുമായി കടന്നു വരികയാണ്. കറുകച്ചാൽ മുതൽ കോട്ടയം വരെ എത്തുന്നിടത്ത് ഇല്ലാതിരുന്ന ഒരു സാധനം അതിനെ നടുക്ക് ഒരു ഗ്രാമാന്തരീക്ഷത്തെ കലക്കാനും നശിപ്പിക്കാനും വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനായിട്ടുള്ള വലിയ ഗൂഢമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആരംഭിക്കും, നാളെ ആരംഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ജീവൻ കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും. ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന ധർണ പ്രൊഫസർ C മാമച്ചൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ ബൈജു ചെറുകോട്ടയിൽ അധ്യക്ഷനായി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫാദർ ജോൺ മത്തായി, ഫാദർ ജോജി ഉമ്മൻ ഫിലിപ്പ്, സമരസമിതി ജോയിന്റ് കൺവീനർ വിനോദ് പെരിഞ്ചേരി, ഡോക്ടർ NV ശശിധരൻ, വാർഡ് മെമ്പർ ഷൈനി വർക്കി എന്നിവർ പ്രസംഗിച്ചു. ഔട്ട്ലെറ്റ് അടച്ചു പൂട്ടുന്നതുവരെ ദിവസവും വൈകുന്നേരം 4:30 മുതൽ പ്രതിഷേധ ധർണ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.